ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡറി മാത്തമാറ്റിക്സിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നതിനെ കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്? അത് നമുക്കൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ കുറിച്ച് നോക്കാം. ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 2 ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കാം. അതായത് അതിൻ്റെ ഡിഗ്രി മാക്സിമം ഡിഗ്രി എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ഇനി ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ നമ്മൾ സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെയും ഡിഗ്രി 2 ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ മാക്സിമം ഡിഗ്രി 2 ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ തന്നുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. നോക്കൂ, എങ്ങനെയാണ് ഒരു പോളിനോമിയലിനെ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ തന്നാൽ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? നോക്കൂ, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തേത് നോക്കാം. x² + 2x + 3 = 0 എന്നുള്ളതാണ്. ഇതൊരു ഇക്വേഷൻ ആണ്, അത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ പോളിനോമിയൽ ഇതിന്റെ മാക്സിമം ഡിഗ്രി എത്രയാണ്? 2 ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് പരിഗണിക്കാം. എന്നാൽ ഇവിടെ നോക്കൂ, ഇത് സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഇങ്ങനെ നോക്കുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി എങ്ങനെ മാറ്റാം? 3x² - 5 = 0. എങ്ങനെയാണ് ഈ -5 വന്നത്? ഈ 5 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് -5 ആകുന്നു. അപ്പോൾ 3x² - 5 = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വാഡ്രാറ്റിക് ഇക്വേഷനുകളെ മാറ്റാം. അതായത് ഒരു ഇക്വേഷൻ തന്നാൽ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് നമുക്ക് അതിൽ നിന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു ഇക്വേഷൻ ആണ്. ഇതിനെ എങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കാം? നോക്കൂ, x³ + 1 = 3x². അപ്പം LHS-ലുള്ളത് ഏതാണ്? x³ + 1 ആണ്. RHS-ലുള്ളത് ഏതാണ്? 3x² ആണ്. ഇതിനെ എങ്ങനെയാണ് നമുക്കൊരു ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളത് നോക്കൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോമിനെ കുറിച്ചാണ്. സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെയാണ്: ax² + bx + c = 0 എന്നുള്ളതാണ്. ax² + bx + c = 0. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്നുള്ളത്. ഇതിനെ നമുക്ക് ഒരു ഇക്വേഷൻ തന്നാൽ അത് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലാണോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാം? നോക്കൂ, 2 + 3x + 5x² = 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ ഉണ്ടോ എന്ന് നമുക്ക് ഒറ്റ ഇല്ല എന്നാണ് പറയുക. പക്ഷെ നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളത് ax² + bx + c = 0 എന്നുള്ളത്. ഈ c എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. ഓക്കെ, ഒരു സംഖ്യ ആയിരിക്കും. നോക്കൂ, ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? 5x² + 3x + 2 = 0. ഈ ഒരു മോഡൽ നോക്കൂ, 5x² + 3x + 2 = 0. ഈ ഒരു മോഡൽ നോക്കൂ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ നേരത്തെ പറഞ്ഞ ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യാം. ax² + bx + c = 0. കൃത്യമായിട്ട് ഈ ഫോമിൽ തന്നെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലുള്ളതാണ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാം. ഇനി നമുക്ക് പലപ്പോഴും തരുന്ന ഈ ഒരു പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മുടെ എക്സിന്റെ വാല്യൂ സൊല്യൂഷൻ കാണാനായിരിക്കും സാധാരണ പറയുക. ഈ എക്സിന്റെ വാല്യൂ കാണുക അല്ലെങ്കിൽ സൊല്യൂഷൻ കാണുക എന്നാണ് പറയുക. അപ്പൊ ഈ സൊല്യൂഷൻ കാണുക എന്നുള്ളത് നമ്മൾ സാധാരണ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യാറുള്ളത്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല, അതാണ് ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുന്നത്. അതെന്താണ്? x = -b ± √√b
ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. ഇതെങ്ങനെയാണ് ഈ ബിയും സിയും ഒക്കെ എങ്ങനെയാണ് വന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ ആയിട്ടുള്ള ax² പ്ലസ് bx പ്ലസ് c = 0. ഇതിൽ നിന്നാണ് ഈ പറയുന്ന ബിയും സിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ x മൈനസ് ബി പ്ലസ് ഓർ മൈനസ്, അതായത് രണ്ട് സൊല്യൂഷൻ ഉണ്ടായിരിക്കാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവിടെ പ്ലസ് ഓർ മൈനസ് എന്ന് വരുന്നത്. അപ്പൊ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a എന്നാണ്. ഓൾ ഡിവൈഡഡ് ബൈ 2a. അപ്പൊ ഈ a എന്നുള്ളത് ഇതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇതാണ് ബി, അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മോഡലിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നാൽ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കാണാനായിട്ട് സാധിക്കും. ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കാണാം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാം, നമുക്ക് നോക്കാം. 3x² മൈനസ് 5x മൈനസ് 2 = 0. അപ്പോൾ നോർമലി നമുക്കറിയാം ax² പ്ലസ് bx പ്ലസ് c = 0. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാത്ത നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുമ്പോൾ x മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ 2a എന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോ ഇനി ഇതിൽ നിന്നും ഈ പറയുന്ന എയിലേക്കും ബിയിലേക്കും സിയിലേക്കും ഒക്കെ ഏതെല്ലാം ഉൾക്കൊള്ളുന്നു എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ax² പ്ലസ് bx പ്ലസ് c എന്നുള്ളതിൽ നിന്ന് ആ ഒരു ഫോർമുല ആയതുകൊണ്ട്, അതായത് ax² പ്ലസ് bx പ്ലസ് c = 0, ഈ ഫോർമുല ആയതുകൊണ്ട് തന്നെ നമുക്ക് a എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 3 ആണ്. b എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലസ് ബി ആണ് ഇവിടെ വരുന്നത്, പക്ഷെ ഇവിടെ -5 വന്നത് കൊണ്ട് b = -5 എന്ന് കാണാം. അതുപോലെ c എന്നുള്ളത് പ്ലസ് c ആണ് നോർമൽ ഇക്വേഷനിൽ, ഇവിടെ -2 വന്നത് കൊണ്ട് അത് തന്നെ c ആയിട്ട് നമ്മൾ എടുക്കുന്നു. അതാണ് c, -2 = c. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ സോൾവ് ചെയ്യണം. എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട്. അപ്പൊ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇതിൽ എങ്ങനെയായാലും ഈ ഇക്വേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പല ആൾക്കാർക്കും വരാം. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എടുത്തെഴുതുന്നു. അതായത് b² മൈനസ് 4ac വാല്യൂ ആദ്യം കാണുന്നു. അപ്പൊ b² എന്ന് പറയുമ്പോൾ b എന്ന് പറയുന്നത് എത്രയാണ്? -5 ആണ്. അപ്പൊ -5 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a എന്നുള്ളത് 3 ആണ്. 4 × 3 ഇൻറ്റു c എന്നുള്ളത് -2 ആണ്. അപ്പൊ -2. ഓക്കെ, -5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 തന്നെയാണ്. -4 × 3 എന്ന് പറഞ്ഞാൽ 12. 12 × -2 എന്ന് പറയുമ്പോൾ -24 ആണ്. അപ്പൊ -24. അപ്പൊ രണ്ട് മൈനസ് വരുന്നത് കൊണ്ട് തന്നെ 25 പ്ലസ് 24 എന്നുള്ളത് 49 ആയിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ വാല്യൂ നമുക്ക് 49 ആയിട്ട് കിട്ടി. ഇനി വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യാം നോക്കൂ. -b എന്നുള്ളത് മൈനസ് ഓഫ് -b ആണ്. അപ്പൊ -b എന്നുള്ളത് ഓൾറെഡി -5 ആണ്. അപ്പോൾ പിന്നീട് -5 വരുമ്പോൾ നമുക്ക് അതിനെ +5 ആയിട്ട് എഴുതാം. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. അപ്പൊ നോക്കൂ, 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഈ b² മൈനസ് 4ac വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടു. b² മൈനസ് 4ac എന്ന് പറയുന്നത് 49 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 49 എഴുതാം. ഓൾ ഡിവൈഡ് ബൈ 2 × 3. 2 × 3 എന്ന് പറയുമ്പോൾ 2a എന്ന് പറയുന്നത് 3 ആണ്. 2 × 3 എന്ന് പറയുമ്പോൾ 6 ആകും. അപ്പൊ നോക്കൂ, 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് 49 എന്ന് പറയുന്നത് 7 ആണ്. 7 ഡിവൈഡഡ് ബൈ 6. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, 5 പ്ലസ് ഓർ മൈനസ് എന്നാണ് പറയുന്നത്. അതായത് ഇതിന് രണ്ട് വാല്യൂ ഉണ്ട് എന്നാണ് അർത്ഥമാക്കേണ്ടത്. രണ്ട് സൊല്യൂഷൻ ഉണ്ട്. 5 പ്ലസ് 7/6 വരും, 5 മൈനസ് 7/6 വരും. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും രണ്ടാക്കി തരംതിരിക്കാം. ഇതിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഓക്കെ,
5+7/6 വരും, 5-7/6 വരുന്നു. അപ്പോൾ 5+7/6 എന്ന് പറയുമ്പോൾ 5+7 എന്ന് പറയുമ്പോൾ 12/6 വരുന്നു. ഓക്കെ, 12/6 എത്രയാണ്? 2 ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ എത്രയാണ്? 2 ആണ് ആൻസർ വരുന്നത്. ഇനി 5-7 എന്ന് പറയുമ്പോൾ -2 ആണ് ആൻസർ വരുന്നത്. -2/6 -2/6 എന്ന് പറയുമ്പോൾ -1/3 ആണ്. -1/3. അപ്പൊ നോക്കൂ, ഈ പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 3x² - 5x - 2 = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻ ആണ് കിട്ടിയത്. ഒന്ന് 2 ആണ്, മറ്റൊന്ന് -1/3 ആണ്. അപ്പൊ ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് തന്നാലും നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ അടുത്ത ലെവലുകളുണ്ട്. ഇതുപോലെ മറ്റു ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ഇതിന്റെ മറ്റു ഭാഗങ്ങൾ കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. അത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത് നമ്മുടെ നാഷണൽ അക്കാദമിയുടെ ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഉടൻ തന്നെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.